ഞാനൊരു അകത്തിച്ചീരയെ പറ്റി മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാം പാർട്ട് നമ്മൾ ഒന്ന് ഇടുവാണ്. അപ്പോൾ ഔഷധസസ്യങ്ങളുടെ കുലപതിയായ അഗസ്ത്യമുനിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ അത് അഗത്തി സസ്യം എന്നും മുനിദ്രുമം എന്നും അഗസ്ത്യദ്രുമം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അന്തരീക്ഷം ശുദ്ധീകരിക്കുന്ന ഒരു സസ്യമാണിത്. ഏത് കാലാവസ്ഥയിലും വളരും. 5 മീറ്റർ മുതൽ 9 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. പോഷകസമൃദ്ധമായ ഇലക്കറികളുടെ കലവറയാണ് അങ്ങനത്തെ ഒരു സസ്യമാണ്. അപ്പോൾ ആരോഗ്യകരമായതിന് പിത്തം, നമ്മുടെ കഫങ്ങളൊക്കെ തടയും. പീനസ് രോഗത്തിനൊക്കെ വൈദ്യത്തിൽ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചുമ, തലവേദനയ്ക്കൊക്കെ നല്ലതാണ്. പിന്നെ വിറ്റാമിൻ എ ഉള്ളതിനാൽ കണ്ണിൻ്റെ ഗ്രന്ഥി വീക്കം തടഞ്ഞ് നമ്മുടെ കാഴ്ചശക്തി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ശരീരത്തിൽ ഒരു വേദനയോടെ ഒരു വ്രണം വന്നു കഴിഞ്ഞാൽ ആ വ്രണം പൊട്ടുവാനായിട്ട് അകത്തി കുരു പാലിലടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ വ്രണം പൊട്ടും. അപ്പോൾ അത് അതേപോലെ തന്നെ തുടർന്ന് അത് തേച്ച് കഴിഞ്ഞാൽ ഈ വ്രണങ്ങൾ പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ വിരശല്യം ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് ഈ ചീരയ്ക്കുണ്ട്. അപ്പോൾ മൂത്രം പോകാനായിട്ട് സഹായിക്കും. പിന്നെ ഇത് തോരൻ വെച്ച് കഴിച്ചാൽ ഈ അകത്തിയില വിളർച്ചയ്ക്ക് അകറ്റാനുള്ള ഒരു കഴിവുണ്ട് ഇതിന്. അപ്പോൾ പിന്നെ അകത്തിയില നെയ്യിൽ വറുത്ത് കഴിച്ചാൽ നിശാന്തത മാറുമെന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൂമൊട്ട്, ഈ പൂമൊട്ട് വളഞ്ഞ രീതിയിലാണ് ഇരിക്കണത്. ഇതുണ്ട് വളഞ്ഞ് ഇങ്ങനെ. അപ്പോൾ ഈ കായാണെങ്കിൽ മറ്റേ പയറിൻ്റെ കൂട്ട് നീളം ഒരു 60 സെൻറ്റിമീറ്ററൊക്കെ നീളമൊക്കെ ഉണ്ടാവും. ചില സമയത്ത് അതിൽ കുറവായിരിക്കും. ഈ പൂമൊട്ട് വളഞ്ഞ ആകൃതിയിലാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ചുവന്ന പൂക്കളുള്ള ഇലകളും ഇളം കായലും തോരൻ വെച്ച് കഴിക്കാം. അപ്പോൾ ഈ ചുവന്ന ഇനം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചവർപ്പ് രസം ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ വീട്ടിലുള്ളവർ ഇങ്ങനെ തേങ്ങാപ്പാലും വെളുത്തുള്ളിയൊക്കെ മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് ഇത് പാകം ചെയ്ത് അങ്ങനെ ഒരു രുചിക്കുറവ് മാറ്റാൻ സാധിക്കും അങ്ങനെ. അപ്പോൾ ഇത് ഔഷധത്തിനായിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ അകത്തിയിലെ ഇല നന്നായി അരച്ച് വെളിച്ചെണ്ണയുടെ കൂടെ കലർത്തി ശരീരത്തിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചൊറി ചിരങ്ങൊക്കെ കുറയാനായിട്ട് കഴിയും. പിന്നെ നമ്മുടെ വിത്ത് നട്ടോ കമ്പോൾ ആയിട്ട് എടുത്ത് മുറിച്ച് നട്ടൊക്കെ ഇത് നമ്മൾ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നടത്തേണ്ട വിധം ഒരു 30 സെൻറ്റിമീറ്റർ നീളം ആഴവും വീതിയിലുള്ള കുഴിയെടുത്തൊക്കെ ജൈവമായിട്ടൊക്കെ ചേർത്തൊക്കെ നടാവുന്ന ഒരു സസ്യമാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് വിത്ത് കിളിക്കണമെങ്കിൽ ഒരു 2 ആഴ്ച അടുത്തൊക്കെ ഉണ്ടാവും. പിന്നെ ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് നടാനായിട്ട് പറ്റിയ സമയം. പിന്നെ ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആസാം, ഗുജറാത്ത് സ്ഥലങ്ങളിൽ ഉഷ്ണമേഖലാ സ്ഥലങ്ങളിലൊക്കെ ഇത് നന്നായി തഴച്ച് വളരുന്നതാണ്. പിന്നെ ഈ അഗസ്ത്യ ചീര ഒക്ടോബറിൽ കഴിഞ്ഞ നവംബർ തുടങ്ങുമ്പോഴാണ് പൂവിടുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂവിന് തന്നെ, ഈ വളഞ്ഞിരിക്കുന്ന പൂവിന് തന്നെ ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ വിത്ത് മുളച്ച് കഴിഞ്ഞാൽ കാൽസ്യം കൂടുതൽ ഇങ്ങനെ അടങ്ങിയായിട്ട് കാണും. അപ്പോൾ ഇത്തരം സസ്യങ്ങൾ നമ്മുടെ പരിസരത്ത് ഇത് നട്ടുപിടിപ്പിച്ചായിട്ട് നമ്മുടെ ആരോഗ്യത്തിനെല്ലാണ്. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ കാണണം. ഇത്തരം വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും. എല്ലാവർക്കും നന്ദി. താങ്ക്സ്.